ബീഹാർ തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലും കഴിഞ്ഞു. ഗംഭീരമായ പോളിംഗ് ശതമാനമൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളൊക്കെ വന്നു കഴിഞ്ഞു. റിസൾട്ട് നമുക്ക് 14-ാം തീയതി അറിയാം. പക്ഷെ അതിനു മുമ്പുള്ള എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന എന്ന് പറയപ്പെടുന്നത് വളരെ ശക്തമായ രീതിയിൽ ഏകദേശം 167ഓളം സീറ്റുകൾ വരെ ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 167 സീറ്റ് വരെ പ്രവചിച്ചിരിക്കുകയാണ്. അതായത് NDA JDU സഖ്യത്തിന് 2020 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയപ്പെടുന്നത് RJD ആയിരുന്നു. ആ RJDയെക്കാട്ടിലും ഒരു പടി മുകളിലായിരിക്കും BJPയുടെ സ്ഥാനം. അങ്ങനെ വരെ ഇപ്പോൾ പറയുന്നുണ്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്നത്. വോട്ട് ചോരി അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് മഹാഗഠബന്ധൻ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ ജനമനസ്സുകളിലൊന്നും ഈ ആരോപണങ്ങളൊന്നും ഇടം പിടിച്ചില്ല എന്ന് തോന്നുന്നു. നഷ്ടം സത്യത്തിൽ ഈ RJDക്ക് ഉണ്ട് എങ്കിൽ കൂടിയും വല്ലാതെ ഇല്ലാതായിപ്പോയത് കോൺഗ്രസ്സാണ്. അങ്ങനെ വീണ്ടും ഒരു സ്വപ്നം കൂടി ഇല്ലാതാകുന്നു. എക്സിറ്റ് പോളുകളുടെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ നോക്കിയാൽ ഇന്ത്യ സഖ്യത്തിന് ഒരു സാധ്യതയും ഇല്ല. കഴിഞ്ഞ 2-3 പ്രാവശ്യത്തെ പോലെ ഇന്ത്യ സഖ്യം വന്നിട്ട് ഒരു പക്ഷേ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് ഇന്ത്യ സഖ്യം എന്ന പേരിലല്ലാതുള്ള സഖ്യങ്ങളായിരുന്നു. 243 സീറ്റുകൾ ആണ് ആകെ ഉള്ളത്. 122 സീറ്റ് കിട്ടുന്നവർക്ക് കേവല ഭൂരിപക്ഷം എന്ന നിലയിൽ ഭരിക്കാം. പക്ഷേ നമ്മളുടെ ഈ ഇന്ത്യയിലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ 124-25 സീറ്റൊക്കെ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയാൽ പോലും അവിടെ മുഖ്യമന്ത്രിയാകുന്നത് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഉള്ള ആളാകാൻ സാധ്യത നമ്മൾ കാണണ്ട. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യവും നമ്മളുടെ അനുഭവങ്ങളും ഒക്കെ അതാണ്. എങ്കിലും അതിനു പോലുമുള്ളൊരു സാധ്യത 14-ാം തീയതി വോട്ട് എണ്ണുന്നത് വരെ ഇല്ല. കാരണം ഈ എക്സിറ്റ് പോളുകളുടെ ഒരു വിലയിരുത്തലാണ് നടക്കാൻ പോകുന്നതെങ്കിൽ ഇനി ഇന്ത്യ സഖ്യത്തിനൊന്നും ചെയ്യേണ്ടതില്ല. പിന്നെ ആകെയുള്ളത് മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും നിതീഷ് കുമാറിന് കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നിതീഷ് കുമാറിന് വേറെ ഓപ്ഷനുണ്ട്. നിതീഷ് കുമാറിന് എങ്ങനെയായാലും മുഖ്യമന്ത്രി ആയാൽ മതിയല്ലോ. അതിപ്പോൾ NDA ആയാലും ഇന്ത്യ ആയാലും ആദ്യം ഒരു 2 അക്ഷരവും കൂടെ INDIA ഇന്ത്യ, മറ്റേത് NDA, 2 ഐയും കൂടെ ഉള്ളൂ അധികമായിട്ട് ഇതിനകത്ത് വരുന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊരു വിഷയമല്ല. പക്ഷെ പ്രശ്നം ഇതൊന്നുമല്ല. ഇത്രയും വർഷം തുടർച്ചയായി നിതീഷ് കുമാർ അത് ഏത് മുന്നണിയുടെ ഭാഗത്തായിട്ടാണെങ്കിലും മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടും ഇനിയും ഈ നിതീഷ് കുമാറും NDAയുമായിട്ടുള്ള സഖ്യമാണ് വീണ്ടും അവിടെ ഭരണത്തിൽ വരുന്നതെങ്കിൽ അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതായിട്ടില്ല. ഇത്രയും വർഷം തുടർ ഭരണം നടത്തിയിട്ടും ആ ഗ്രാഫിൽ നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് പോകാത്ത ഒരേ ഒരു സംസ്ഥാനം ബീഹാറാണ്. അപ്പം ഇനി അതേ ഗ്രാഫിൽ തന്നെ ഞങ്ങൾ നിന്നാൽ മതിയെന്ന് ആ നാട്ടിലെ ജനങ്ങൾ നിർബന്ധം പിടിച്ചാൽ നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. അങ്ങനെ നിർബന്ധം പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് 14-ാം തീയതി വരെ കാത്തിരിക്കണം. എങ്കിലും ഈ അഭിപ്രായ സർവേയൊക്കെ പണ്ട് കൃത്യമായിട്ട് വരുമായിരുന്നു. നമുക്ക് സർവേ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു പഴയ പേര് പ്രണയ് റോയ് ഇല്ലേ? ആ കൃത്യമായി അത് ഇത്രയും സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ്. ഇപ്പം എന്തെല്ലാം സംവിധാനങ്ങളാണ്. ഇപ്പോഴത്തെ പല എക്സിറ്റ് പോളുകളെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ആരെങ്കിലും എവിടുന്നെങ്കിലും കുറേ പേര് വന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സാമ്പിൾ സർവേ എന്ന് വെച്ചിട്ടൊക്കെയാണ് വരുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, അവിടുത്തെ ജനങ്ങൾക്ക് ഈ സഖ്യം മതി എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് ഫലങ്ങൾക്ക് ആധികാരികത ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. പലപ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ മരുന്ന് കഴിച്ചാൽ രോഗം മാറുമോ എന്ന് ചോദിക്കുന്ന പോലെയുള്ളൂ. മെഡിക്കൽ കോളേജിൽ പോകുന്ന എല്ലാവരും മരിക്കുന്നില്ല, പക്ഷേ പലരും മരിക്കും. ഒരേ ഡോക്ടർ ഒരേ ദിവസം ഒരേ സർജറി 10 എണ്ണം നടത്തിയാൽ 4-5 പേര് മരണപ്പെടും, പകുതി പേര് രക്ഷപ്പെടുന്നു. അപ്പം ഡോക്ടർ മിടുക്കനാണെങ്കിൽ എല്ലാവരും രക്ഷപ്പെടണം. രോഗി ഭാഗ്യവാന്മാരാണെങ്കിൽ എല്ലാ രോഗികളും രക്ഷപ്പെടണം. അപ്പം അതേപോലെ നമുക്ക് എക്സിറ്റ് പോളിനെയും പറയാൻ കഴിയുകയുള്ളൂ. ഹരിയാനയിലെ എക്സിറ്റ് പോൾ എന്തായിരുന്നു?
ഏതെങ്കിലും ഒരു സർവേ ഹരിയാനയിൽ BJP വരുമെന്ന് പറഞ്ഞിരുന്നു. അവസാനം എന്തായി? അപ്പം അതുകൊണ്ട് രണ്ട് രീതിയിലാണ്. എക്സിറ്റ് പോൾ കൃത്യമാണോ എന്ന് പ്രണയ് റോയിയുടെ കാലത്തൊക്കെ, അത് പ്രത്യേകിച്ച് അന്ന് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രണയ് റോയിയുടെയൊക്കെ എക്സിറ്റ് പോൾ. അതെന്താണെന്ന് ചോദിച്ചാൽ മാനിപ്പുലേഷൻ ഇല്ല, പരാതിയും ഇല്ല ആർക്കും. അന്നൊക്കെ ഏതെങ്കിലും സംസ്ഥാനം വേറൊരു കാര്യം, എക്സിറ്റ് പോളുകൾക്കൊന്നും ഈ പറഞ്ഞ പോലെ ആരും അത്ര വലിയ ഇടം നൽകിയിരുന്നില്ല. പോളുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് ഇത്രയും വലിയ ചർച്ചകളൊന്നും നടക്കാറില്ല. ഇല്ല. അല്ലെങ്കിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങളെ ആശ്രയിക്കുന്നതും അത് ഈ പറഞ്ഞതുപോലെ വലിയ ചർച്ചയാക്കുന്നതൊക്കെ. പക്ഷേ പലപ്പോഴും അതല്ല നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ പറഞ്ഞ പോലെ 5 പ്രാവശ്യവും ഒരാൾ ഭരിച്ചിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഭരിക്കട്ടെ എന്ന്. പക്ഷേ ഇതുപോലെ പലവട്ടം ത്രിപുരയിൽ ഭരിച്ചില്ലേ, ബംഗാളിൽ ഭരിച്ചില്ലേ, CPM ഭരിച്ചില്ലേ. അപ്പോൾ അവിടെയൊക്കെ ജനങ്ങൾ ഇത്തരത്തിൽ മണ്ടന്മാരായതുകൊണ്ടാണോ അത്തരത്തിൽ ചെയ്തതെന്ന് ചിന്തിക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചാൽ ഈ വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ അത് ജനങ്ങൾ സ്വീകരിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതായത് ഈ ആരാണ് ഭൂരിപക്ഷം നേടി വന്നാലും മുഖ്യമന്ത്രി ആകുക എന്നുള്ളത് ആരായിരിക്കും എന്നതിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടാകും. അല്ലെങ്കിൽ തന്നെ അതിനകത്തൊരു ധ്വനിയുണ്ട്. അതായത് ഇനി ഇന്ത്യ സഖ്യത്തിനകത്താണ്, അല്ലെങ്കിൽ ഈ മഹാഗഠബന്ധൻ സഖ്യം 122 125 സീറ്റുകൾ നേടിയാൽ പോലും അവർക്ക് ഭരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ധ്വനിയാണ് താങ്കൾ പറയുന്നത്. കാരണം ആ ഗഠബന്ധനെ പിളർത്താനുള്ള ശ്രമം ഈ പറയുന്ന NDA സഖ്യം നടത്തുമെന്നാണ്. അതായത് കാലാകാലങ്ങളായി, ഇപ്പോൾ കുറച്ച് കാലങ്ങളായി നടന്നു വരുന്ന ഒരു രീതി. അത് തന്നെ BJP തുടരുമെന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും അവരത് ശ്രമിക്കുമല്ലോ. കാരണം ഈ നമ്മൾ പറയുന്ന ഒരു വാചകം, നമ്മൾ എന്ത് പറഞ്ഞാലും ഈ പഴഞ്ചൊല്ലിലും ശൈലിയിലും ചെന്ന് അവസാനിക്കുക. ആ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നുള്ളതാണ്. ജാത്യ ഉള്ളത് തൂത്താൽ മാറില്ല എന്ന് പറയുന്നത് പോലെ NDAക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷാ കൂട്ടുകെട്ടിന് ഈ എന്താ പറയുക, ഈ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയവർ തന്നെ ഭരിക്കട്ടെ, അതാണ് ജനാധിപത്യം എന്നുള്ള ചിന്തയൊന്നുമില്ല. ഇവിടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണവും എല്ലാം കോൺഗ്രസ് മുക്ത ഭാരതം. ആ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെ എന്തും ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഒരു പാർട്ടിയും ഒരു മുന്നണിയും ഒരു വ്യക്തിയും തീരുമാനിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പം രാജ്യത്തെ ജനങ്ങൾ പല പല രീതിയിലായിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ വീഴുന്നത്. അവർ പറയുന്ന രീതിയിൽ അവരുടെ മുന്നണിയോടൊപ്പം നിന്നില്ല എങ്കിൽ ചിലപ്പം ജീവിതം പാഴാവും. അതൊക്കെ പേടിച്ചിട്ട് പാർട്ടിക്ക് വേണ്ടി ഈ ചാവേറാകാനോ ജീവിതം ഹോമിക്കാനോ ഒന്നുമുള്ള രീതിയിലൊന്നും നമ്മുടെ രാജ്യം ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. അതൊക്കെ പണ്ടുണ്ടായിരുന്നു. അതേപോലെ ഈ എക്സിറ്റ് പോളിന് മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. പണ്ടത്തെ പ്രണയ് റോയിയുടെ കാലത്തൊക്കെയുള്ള എക്സിറ്റ് പോളിൽ ഒരാളിനോട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു അല്ലെ ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ അവിടെ സത്യസന്ധമായ മറുപടി പറയുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ആർക്ക് അനുകൂലമായി പറയുന്നതാണ് നല്ലത് എന്നൊക്കെ നോക്കി അഭിപ്രായം പറയും. ചിലപ്പോൾ വോട്ട് ചെയ്യുന്നത് മാറിയുമായിരിക്കാം. ഇനി അതും കഴിഞ്ഞാൽ ഈ വോട്ടെടുപ്പിൽ ഇപ്പോൾ ഈ പറയുന്നു, ആ പറയുന്നതിനെ നമ്മുടെ വോട്ട് ചോരിയിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് എന്താ അർത്ഥം? ചെയ്ത വോട്ട് അതേപോലെ തന്നെ എണ്ണപ്പെടുന്നു എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രസക്തിയുള്ളൂ. ഇവിടെ 5 മണി വരെ 1 ലക്ഷം വോട്ടിനൊക്കെ ലീഡ് ചെയ്തുകൊണ്ട് നിന്ന ആൾ 5 തൊട്ട് 5:15 വരെ വോട്ടെടുപ്പ് നിർത്തിയിട്ട് 5:15 തൊട്ട് 5:30 വരെ എണ്ണുമ്പം തിരിഞ്ഞ് ജയിക്കുന്ന ഇത് മറിമായമല്ലേ? അങ്ങനത്തെ നാടും ആയി നമ്മുടെ നാട് മാറുന്നില്ലേ? പിന്നെ അത് എന്തുകൊണ്ട് അങ്ങനെ മാറുന്നു എന്ന് തെളിയിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവിടെ വെബ്കാസ്റ്റ് വെളിയിൽ കൊടുക്കുന്നു, വോട്ടേഴ്സ് ലിസ്റ്റ് വെളിയിൽ കൊടുക്കുന്നു, ഒന്നും കൊടുക്കുന്നില്ലല്ലോ. ബ്രസീലിയൻ മോഡൽ വരെ ഇവിടെ 100 പേര് ആ പേരിൽ വോട്ട് ചെയ്തില്ലേ? ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും അവിടെ ഏറ്റിട്ടില്ല. ഒരു സ്ഥലത്തും അത് ഏൽക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞ ചിലപ്പോൾ പൊതുസമൂഹം നിങ്ങൾ പറയുന്നതിനോട് വിശ്വസിക്കാമെന്ന് വെച്ചാൽ പോലും അത് തെളിയിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പരാജയം. അല്ല, നമ്മുടെ നാട്ടിൽ 3-4 സംവിധാനങ്ങൾ ചേർന്നാണ് ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്, കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ, പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പിന്നെ കോടതികൾ. ഇത് മൂന്നും കൂടി
ഒരേപോലെ യൂണിഫോമായി ഹാർമണിയിൽ പോകുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമുണ്ടാകുന്നത്. ഇവിടെ നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിപ്പം പറയാൻ പറ്റുമോ? നമ്മൾ തന്നെ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളപ്പോൾ പറഞ്ഞതുപോലെ എന്താണ് എക്സ്ട്രീംലി കോംപ്രമൈസ്ഡ് ബോഡി. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് വല്ല മതിപ്പുണ്ടോ? പുത്തൻ തലമുറയോട് അവർക്ക് ചിലപ്പോൾ അറിയില്ല. TN ശേഷനെയും ജ്ഞാനേഷ് കുമാറിനെയും കൂടെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതൊരിക്കലും പറ്റുന്നതല്ല. ഇല്ലല്ലോ. ഇലക്ഷൻ കമ്മീഷണറായിരുന്ന TN ശേഷൻ പറഞ്ഞത് എന്താ? ഞാൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. രണ്ടും രണ്ടല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ പറയാനുള്ള തൻ്റെ ഇടമുള്ള ആംബിയറുള്ള ഒരാളിനെ കമ്മീഷണർ ആകാൻ കിട്ടുമോ? കമ്മീഷണർ ആക്കുമോ? ഒരാൾക്ക് സ്വയം വന്ന് കമ്മീഷണർ ആവാൻ പറ്റില്ല. അതൊന്നും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നതല്ല, ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ യാത്ര എന്ന് പറയുന്നത്. ഇതിപ്പോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തീരുമാനിക്കും ആര് തെരഞ്ഞെടുപ്പ് കമ്മീഷനാവണം, അവർ കമ്മീഷനാവും. ആകും. അവർക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട്. ഇനി നമ്മളെ സുപ്രീം കോടതി അടക്കം തീർച്ചയായും ആ കോടതികളെ പോലും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു എന്ന് വരുമ്പോൾ പിന്നെ എന്ത് നീതിയും നിയമവും ജനാധിപത്യമാണ് ഉള്ളതെങ്കിൽ അങ്ങനെ. ഇനി അതുപോലെ ഓരോരുത്തരിലും അർപ്പിതമായ ഡ്യൂട്ടീസ് പരിമിതമാണ്. നോട്ട് നിരോധനത്തിനെ കുറിച്ചുള്ള സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ അന്ന് പറഞ്ഞൊരു പരാമർശം എന്താണെന്നറിയാമോ? കേന്ദ്ര ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ എടുക്കുന്ന ഒരു തീരുമാനം ബുദ്ധിപരമാണോ മണ്ടത്തരമാണോ എന്ന് നോക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിലുള്ള അവരുടെ അധികാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണോ എന്ന് നോക്കിയാൽ മതി. ഉദാഹരണത്തിന്, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഒരാളിനെ ഒരു സ്ഥാനത്തേക്ക് കണ്ടെത്താം, ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ ഒരാളിനെയും വേണേൽ കണ്ടെത്താം. അവിടെ ബുദ്ധിയും മണ്ടത്തരവുമല്ല. ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഒരു പ്രധാനമന്ത്രിക്കോ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനോ ഉണ്ടെങ്കിൽ ആരെ വേണേലും നിയമിക്കാം. ഇപ്പോൾ നോമിനേറ്റ് ചെയ്യാവുന്ന പോസ്റ്റുകളില്ലേ? ആ നോമിനേറ്റ് ചെയ്യാവുന്ന പോസ്റ്റിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ 2 വ്യവസ്ഥയേ ഉള്ളൂ. ഒന്ന്, തലയ്ക്ക് സ്ഥിരത വേണം. 2, 62 വയസ്സ് കഴിയരുത്. പള്ളിക്കൂടത്തിൽ പോലും പോകണ്ട. അതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഒരു പള്ളിക്കൂടം കാണാത്ത, സംസ്കാരമില്ലാത്ത, ഒരറിവുമില്ലാത്ത മണ്ടത്തരങ്ങൾ മാത്രം പറയുന്ന ഒരാളിനെ PSC മെമ്പറോ ചെയർമാനോ ആക്കിയാൽ കോടതിയിൽ പോയാൽ രക്ഷപ്പെടില്ല. കാരണം അവിടെ വാദിക്കുന്നത് ഈ ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് തലയ്ക്ക് സ്ഥിരത വേണം, അയാൾക്ക് സ്ഥിരത ഉണ്ട്. അതേപോലെ ഇലക്ഷൻ കമ്മീഷണർക്കും ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറയാം. അതേപോലെ ഗവൺമെൻറ് എടുക്കുന്ന ഒരു തീരുമാനം ഇപ്പം അവർക്ക് ആ തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട്. അതെ, ഇപ്പം നമുക്ക് ഈ താങ്കൾ പറഞ്ഞു വെക്കുന്ന പോലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നുള്ളത് നാളെയും മറ്റന്നാളത്തെയും കൂടെ ഇങ്ങനെ നിങ്ങൾക്ക് പ്രതിരോധിക്കാം. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ അല്ലേ, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ മഹാഗഠബന്ധനിലൊക്കെ ഉള്ളവർക്കൊക്കെ നാളെ കൂടെ പ്രതിരോധിക്കാം. അത് കഴിഞ്ഞാൽ ഇത് പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം മറ്റന്നാൾ വീണ്ടും BJP അധികാരത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ NDA അധികാരത്തിലേക്ക്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ആണ് നടക്കുന്നതെങ്കിൽ തിരഞ്ഞെടുപ്പുകളുടെ ആവശ്യമുണ്ടോ? NDA അങ്ങ് ഭരിച്ചാൽ പോരെ? അല്ല, അവിടെ BJP അങ്ങ് ഭരിച്ചാൽ പോരെ? അവിടെയാണ് 1950 തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ നിയമിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു ഈ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അന്നുയർന്ന ഒരു ചോദ്യം ഇതാണ്: എപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാലും എങ്ങനെയൊക്കെ നടത്തിയാലും കോൺഗ്രസ് അധികാരത്തിൽ വരൂ, പിന്നെ എന്തിനാ ഈ പാഴ്പണി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ നെഹ്റു അവിടെ പറഞ്ഞൊരു വാക്ക് എന്നും പ്രസക്തമാണ്. അങ്ങനെയല്ല, ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മൾ അവസരം കൊടുക്കുക. ആർക്കാണോ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത് അവർ ഭരിക്കട്ടെ എന്നുള്ളതാണ്. അവർ ഭരിക്കട്ടെ എന്ന്. പക്ഷെ ഇപ്പം അത് നടക്കുന്നില്ലല്ലോ. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കിട്ടുന്നവർ ഭരിക്കട്ടെ എന്ന് പറയുന്ന സംവിധാനവും ജനാധിപത്യ വ്യവസ്ഥ ഇല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ടോക്ക് ഉണ്ടല്ലോ, ചിലപ്പോൾ ഈ വീഡിയോ പുറത്തു വരുമ്പോൾ കുറേ സംഘിക്കുട്ടന്മാർക്ക് ഇഷ്ടപ്പെടില്ല. ഞാനത് പറയുന്നുകൊണ്ടല്ല, പല തരത്തിൽ എല്ലാ ജനാധിപത്യവും എല്ലാ രാഷ്ട്രീയവും പുറത്തു വരേണ്ടതാണ്. ഇപ്പോൾ ഒരാളെ ബേസ് ചെയ്ത് മാത്രം BJPക്ക് വേണ്ടി മാത്രം ഒരു രാഷ്ട്രീയം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, BJPക്ക് വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയമോ അല്ലെങ്കിൽ RSSന് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല. ഇത് ഒരു ജനാധിപത്യ സംവിധാനമാണ്. അതിനകത്ത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ഉണ്ട്. താങ്കൾ ഈ നെഹ്റു പറഞ്ഞ വാചകം പോലെ 5 വർഷം കഴിയുമ്പോൾ
ആരെയാണോ ഭൂരിപക്ഷത്തിലേക്ക് ജനത്തിന് എടുക്കാൻ തോന്നുന്നത് അവരെ എടുക്കട്ടെ. അങ്ങനെ എടുക്കാനുള്ള സിസ്റ്റത്തിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ BJP മാത്രം ഭരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇവിടെ ആവശ്യമില്ലല്ലോ. നമ്മളിത് പറയുമ്പോഴും ഈ പറയുന്നവർക്ക് രണ്ടുപേർക്കും ഭ്രാന്താണെന്ന് ചോദിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നവന്മാരുണ്ടാകും. എങ്കിലും ഞാനിത് പറഞ്ഞു എന്ന് മാത്രം. അല്ല, അത് ഇതിൽ മാത്രമല്ല, ശ്രീ ഗോപകുമാർ പറഞ്ഞ വളരെ പ്രസക്തമാണ്. നമ്മൾക്ക് ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തപ്പെടുക എന്നുള്ളതല്ല, അത് അർഹതപ്പെട്ട ആൾ തന്നെ എത്തപ്പെടണം, അല്ലാതെ കുറുക്കു വഴിയിലൂടെയല്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ ചർച്ചകളിൽ പറയുന്ന വിഷയമാണ്, പരീക്ഷയ്ക്ക് ജയിക്കണം, ഏതെല്ലാം രീതിയിൽ ജയിക്കാം. പഠിച്ച് സത്യസന്ധമായി നമ്മൾക്ക് ജയിക്കാം, കോപ്പി അടിക്കാം, ഉത്തരക്കടലാസ് മാറ്റാം, പേപ്പർ നോക്കുന്ന ആളിനെ ഭീഷണിപ്പെടുത്താം. അങ്ങനെയൊക്കെ ജയിക്കുന്നത് ധാർമ്മികമായി മര്യാദയാണോ എന്ന് ആ വ്യക്തികളാണ് നോക്കേണ്ടത്. മറിച്ച് എന്തു വന്നാലും ജയിച്ചാൽ മതി, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് മതി എന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ, ഒരു സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലും ഒരാൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അയാളെ പിന്നെ അർഹനാണെന്നേ നമുക്ക് പറയാൻ പറ്റൂ. തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം മാറ്റമുണ്ടാകണം. ഒരു തർക്കവുമില്ല. സത്യസന്ധമായി ജനാഭിലാഷം നിഴലിക്കണം, ജനാധിപത്യം പുലരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.